ഹലോ, നമുക്കിന്നൊരു ഗിൽറ്റർ കേക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് വന്നിട്ട് 2 kg റെഡ് വെൽവെറ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമുക്ക് കസ്റ്റമർ നല്ലൊരു ഡിസൈൻ ആയിക്കോട്ടെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഇന്ന ഡിസൈൻ വേണം, ഇന്നത് വേണം അങ്ങനെയൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഒരു നല്ലൊരു വർക്ക് ആയിക്കോട്ടെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മോളെ ഫസ്റ്റ് ബർത്ത്ഡേ ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു, നമുക്ക് ഓൾറെഡി ഒരു വെഡ്ഡിങ് കേക്ക് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ മിസ്സായി പോയതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിൽറ്റർ കേക്ക് ചെയ്തു, പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, വീഡിയോ കിട്ടിയില്ലാന്ന്. അപ്പോൾ ആ ഒരു വിഷമം ഞാനിന്ന് തീർക്കാൻ പോവുകയാണ്. പക്ഷേ ഞാനിത് കംപ്ലീറ്റ് ഗിൽറ്റർ ചെയ്തില്ല കേട്ടോ. കംപ്ലീറ്റ് ഗിൽറ്റർ ചെയ്ത ടയർ കേക്ക് ആവാനും ഭംഗി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പകുതി അങ്ങനെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. പക്ഷേ എങ്ങനെ നിങ്ങൾക്ക് എയർ ബ്രഷ് ഇല്ലാണ്ട് ഗിൽറ്റർ കേക്ക് ചെയ്യാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അത് നമ്മൾ നോർമൽ റെഡ് വെൽവെറ്റൊക്കെ ചെയ്ത് സാധാരണ നമ്മൾ ലെയർ ചെയ്യുന്ന മാതിരി സിറപ്പൊക്കെ ഒഴിച്ച് ലെയർ ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മുടെ എന്താ പറയുക മിൽക്ക് മെയ്ഡ് ഇട്ടു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഇട്ടു ഒക്കെ ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ടാണ് നമ്മൾ പിന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാൻ ക്രീം കോട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ പ്രത്യേകിച്ച് റെഡ് വെൽവെറ്റിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഫുൾ കോട്ടിങ് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ഡിസൈനിങ് ചെയ്യുമ്പോൾ ഈ ഒരു റെഡ് വെൽവെറ്റിൻ്റെ ഒരു കളർ ഉണ്ടല്ലോ, ആ ഒരു കളർ പുറത്തേക്ക് ഇങ്ങനെ എടുക്കും. അപ്പോൾ നമുക്ക് പിന്നിങ് ക്രീം എന്തായാലും തേക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഫുൾ കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ക്രീം കോട്ടിങ് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. പരമാവധി പിറ്റേ ദിവസം ഫുൾ കോട്ടിങ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം കേട്ടോ. അതാണ് നല്ലത്, അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. നമ്മൾ ഫസ്റ്റ് 1.5 kg ഡേയിലാണ് ചെയ്തത്, പിന്നെ 1/2 kg ഡേയിലും അങ്ങനെയാണ് നമ്മൾ ടിന്നിൻ്റെ സൈസ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ 2 ടിന്നിലുമാണ് നമ്മൾ കേക്ക് ചെയ്തേക്കുന്നത്. അടിയത്തെ 1.5 മേലത്തെ 1/2, അങ്ങനെ ടോട്ടൽ 2 കിലോനാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ ക്രീം കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. നമുക്ക് കേക്കിൻ്റെ ഗ്ലിറ്റർ എങ്ങനെ സ്പ്രേ ചെയ്യാൻ നോക്കാം. ഇതുപോലെ ഒരു കേക്ക് സ്പ്രേ ബോട്ടിൽ കിട്ടും നമുക്ക്. അതായത് ഇത് നമ്മൾ ഫ്ലവേഴ്സിന് കളർ ചെയ്ത് കൊടുക്കുന്ന കളർ സ്പ്രേ ബോട്ടിലാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, ഇതിൻ്റെ ഈ മൂടിയുടെ ഉള്ളിൽ നമുക്കൊരു നെറ്റ് ഉണ്ടാവും. ആ നെറ്റ് നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗ്ലിറ്റർ ഉണ്ടല്ലോ അത് നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അതായത് കാലിക്കുപ്പി ആയിരിക്കണം ഈ ഒരു ബോട്ടിലിട്ട്. അത് കാലിയായിട്ടുള്ള ബോട്ടിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൽ സ്പ്രേ ആണ് ഉണ്ടാവുക, കളർ സ്പ്രേ ആണ് ഉണ്ടാവുക കേട്ടോ. അത് ഞാൻ ഒഴിവാക്കിയതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ എയർ ബ്രഷ് പോലെ നമുക്ക് സിമ്പിൾ ആയിരിക്കില്ല. എയർ ബ്രഷ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയും. പക്ഷേ ഇതാവുമ്പോൾ എന്താണ്, കുറച്ച് ടൈം എടുത്താലും സെയിം ഫിനിഷിങ് തന്നെയാണ്. പിന്നെ നമുക്ക് എയർ ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് പോയിന്റിലേക്ക് ആ ഒരു കറക്റ്റ് എത്തും. പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. പക്ഷേ ഏകദേശം ഒരേ മാതിരി തന്നെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ്. നമ്മൾ കുറച്ച് ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഫോക്സ് ബോൾസും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, നെയിം എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊച്ചു ഹാർട്ട്സ് ഇല്ല, അത് ഞാൻ വരച്ചു കൊടുത്താട്ടോ, വെച്ചിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് വരച്ചു കൊടുത്തതാണ്. പിന്നെ ബോർഡറൊക്കെ വരച്ചു കൊടുത്ത് ഫുള്ള് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എങ്ങനെയുണ്ട് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ നിങ്ങളുടെ കേക്ക് ഉണ്ടാക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഈ ഒരു ബട്ടർഫ്ലൈ വന്നിട്ട് നമ്മൾ പ്രിൻ്റ് എടുത്താണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കേക്കിൻ്റെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.